വാനോളം ഉയർന്നു നിൽക്കുന്ന വൈഗ ഗ്രൂപ്പ് കെട്ടിടത്തിനു മുന്നിൽ നീലിമ നിന്നു. മുൻപത്തെ പോലെ ഭയമോ പരിഭ്രമോ ഒന്നുമില്ലായിരുന്നു അവളുടെ മനസ്സിൽ. നിവർന്നു നിന്ന് നേർക്കാഴ്ചയോടെ നടന്നു വന്ന് അവളെ കണ്ട് ചിലർ പുഞ്ചിരിച്ചു. മുൻപിൽ പരിചയമില്ലാത്തവരാണെങ്കിലും അതേ ആത്മവിശ്വാസത്തോടെ അവൾ തിരികെ പുഞ്ചിരിച്ച് ഓഫീസിലേക്ക് പ്രവേശിച്ചു. അവിടെ റിസപ്ഷനിൽ നിന്ന് സ്ത്രീ അവളെ കണ്ടതും കൂടുതൽ സന്തോഷത്തോടെ "വരൂ നീലിമ മാഡം" എന്ന് ബഹുമാനത്തോടെ ക്ഷണിച്ചു. അവൾ അവരെ അത്ഭുതത്തോടെ നോക്കി. പണ്ട് ഒരു ദിവസം വന്നപ്പോൾ ഇവർ തന്നെ എത്രത്തോളം അപമാനിച്ചു എന്നോർത്ത് നോക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നി അവൾക്ക്. "എനിക്ക് ജഗൻ സാറിനെ ഒന്ന് കാണണം." "നീലിമ മാഡം, നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഡിസൈനൊക്കെ വളരെ സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഇത്രയും കഴിവുണ്ടെന്ന് അറിയില്ലായിരുന്നു മാഡം. ഞാനന്ന് നിങ്ങളോട് അങ്ങനെ സംസാരിച്ചത് തെറ്റാണ്, ക്ഷമിക്കണം മാഡം" എന്ന് മനസ്താപത്തോടെ മാപ്പ് ചോദിച്ച അവളെ കണ്ട് നീലിമ മെല്ലെ പുഞ്ചിരിച്ചു. "ഇറ്റ്സ് ഓക്കെ, ഞാൻ ജഗൻ സാറിനൊന്ന് കണ്ടോട്ടെ? കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഞാൻ സാറിനോട് സംസാരിച്ചിട്ട് പറയാം" എന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഇൻ്റർകോമിലൂടെ അവരെ വിളിച്ചു. "സാറുണ്ട്, നിങ്ങൾ ലിഫ്റ്റിൽ പോയിക്കോളൂ." "താങ്ക്സ്" എന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി നീലിമ ജഗൻ്റെ നിലയിലേക്കെത്തി. "മേ കമിൻ സർ?" വ്യക്തമായ ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ ഉള്ളിലുള്ളവൻ അവളുടെ ശബ്ദം കേട്ട് അത്ഭുതത്തോടെ നോക്കി. "യെസ്, കം ഇൻ" എന്ന് ഗാംഭീര്യ ശബ്ദത്തിൽ പറഞ്ഞു അവൻ. ഉള്ളിലേക്ക് വന്ന അവളെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു. "വരൂ മാഡം, നിങ്ങളുടെ പൊൻപാദങ്ങൾ പതിപ്പിച്ച് എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നെന്തോ അത്ഭുതം നടക്കാൻ പോകുന്നുണ്ടല്ലോ." "ആ അത്ഭുതം മാത്രം നടന്നാൽ ഇന്ന് ലോകത്തിൽ ഞാൻ ഭാഗ്യവാനാണ്" എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ. "സർ പ്ലീസ്, ഈ ബഹുമാനമൊന്നും വേണ്ട. നിങ്ങൾ എപ്പോഴത്തെയും പോലെ സംസാരിച്ചാൽ മതി." "ശരിയെന്നാ പറയ്, എന്ത് കാര്യത്തിനാ എന്നെ നീ കാണാൻ വന്നേ?" "ഇത് കുറച്ച് കൂടുതലാകുന്നുണ്ട് ജഗൻ." ദേഷ്യത്തിൽ പല്ലെറുമിക്കൊണ്ട് അവൾ പറഞ്ഞു. "ഓഹോ, ശരി ശരി." അവൾ ദേഷ്യപ്പെടുന്നത് കണ്ട് "ഇല്ല എന്നാണ് പറഞ്ഞത്" ന്യായീകരിച്ച് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു അവൻ. എഴുന്നേറ്റ് അവളുടെ മുന്നിലുള്ള ടേബിളിലേക്ക് വന്നിരുന്നു. ആദ്യമൊന്ന് മടിച്ചവൾ "കടയുടെ തൊട്ടടുത്ത് ഒരു കട ഒഴിവുണ്ട്, അത് എനിക്ക് എടുത്ത് തരാൻ പറ്റുമോ? അഡ്വാൻസും വാടകയെല്ലാം ഞാൻ കൃത്യമായി നൽകാം." അവൾ പറഞ്ഞതിന് ശേഷമാണ് ആ സ്ഥലം മുഴുവനും തൻ്റേതാണെന്ന കാര്യം ജഗൻ ഓർക്കുന്നത് തന്നെ. സ്ഥലമുണ്ടെങ്കിൽ ഓർമ്മ കാണും. അവനുള്ള ജോലിക്കിടയിൽ ഇത് ഓർത്തു വെക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. "എന്താ പെട്ടെന്നത് വാങ്ങാൻ കാരണം?" അവൻ ചോദിച്ചപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ ചിന്തിക്കുകയായിരുന്നു. "നീലിമ, നമ്മൾ അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് വ്യൂവേഴ്സ് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് രജനി പറഞ്ഞു. ഞാനും കണ്ടു. അതുമാത്രമല്ല, ഓർഡറുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തുള്ള ആളുകളെല്ലാം അത് വാങ്ങാനും ശ്രമിക്കുന്നുണ്ട്" എന്ന് നീലിമയും പറഞ്ഞു. "പിന്നെന്താ, നമ്മുടെ നീലിമ ഭാവിയിലെ പുതിയ ഡിസൈനറല്ലേ" എന്ന് കളിയാക്കി അവളെ സ്നേഹത്തോടെ തുറിച്ചു നോക്കി നീലിമ. "ഇതിൽ എത്ര വലിയ വെല്ലുവിളിയാണെന്ന് അറിയാമോ?" "വെല്ലുവിളിയോ? എന്താ നീലിമ നീ പറയുന്നത്?" എന്ന് തലയാട്ടിക്കൊണ്ട് രജനി ചോദിച്ചു. "നമുക്ക് വരുന്ന ഓർഡറുകൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഡെലിവറി ചെയ്താലേ തുടർന്നും നമുക്ക് ഓർഡർ ലഭിക്കൂ. ഇവിടെയുള്ളതോ 3 മെഷീനുകൾ, 2 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നതും. എങ്ങനെ ഇതെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കും? അതുകൊണ്ട് ഞാൻ വേറെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഇത് ശരിയാകുമോ എന്ന് എനിക്കറിയില്ലടി." നീലിമ തൻ്റെ ഉള്ളിലുള്ള വേവലാതി രജനിയോട് പറഞ്ഞു. "നീലു, നീ ഒന്ന് നന്നായി ചിന്തിക്ക്. ബിസിനസ് അങ്ങനെ തന്നെയാ. അങ്ങനെയാണെങ്കിലേ അതും ശരിയായി മുന്നോട്ട് പോകൂ." ആകെ ആശയക്കുഴപ്പത്തില രജനി. എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ആദ്യം എന്താണ് വിഷയമെന്ന് പറയും നീലിമ നീ. "ഇനിയും മെഷീനുകൾ വാങ്ങിയിട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളെ ജോലിക്കെടുത്താലോ?" ഉഷ ചേച്ചി പറയുന്നത് കേട്ടു. "ഇവിടെ ജോലിയുണ്ടോ എന്ന് ചോദിച്ച് അവളുടെ വീടിന് അടുത്തുള്ള 2-3 പേർ അന്വേഷിച്ചെന്ന്. ഒരു പക്ഷേ മെഷീൻ വാങ്ങിയിട്ടാൽ അവരെ നമുക്ക് ജോലിക്ക് വരാൻ പറയാമല്ലോ." "വാ, സൂപ്പർ ഐഡിയ നീലിമ. ഭാവിയിലെ ഫാഷൻ ക്വീൻ ആകാൻ പോവുകയാ നീ" എന്ന് പുകഴ്ത്തിയവളെ കണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. "പക്ഷേ ഈ സ്ഥലം തികയില്ല. കൂടാതെ പുതിയ മെഷീൻ വാങ്ങണമെങ്കിൽ ഒത്തിരി പണവും വേണം. അതുകൊണ്ടാകെ ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല." 2 പെൺകുട്ടികൾ തീവ്രമായ ചിന്തയിലിരിക്കെ "ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് ലോൺ എടുത്ത് തരട്ടെയോ?" രജനിയുടെ ചോദ്യം കേട്ട് അവളെ നോക്കി വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. "അപ്പോൾ പിന്നെ നമ്മുടെ ജഗൻ സാറിനോട് ചോദിക്കാം."
ഇത്തവണ കണ്ണുകൾ ചുവക്കി അവൾ രൂക്ഷമായി നോക്കി. ശരി ശരി, നീ ഇങ്ങനെ കണ്ണു കുറിപ്പിച്ച് നോക്കുകയൊന്നും വേണ്ട. ലോൺ എടുക്കേണ്ട, ചോദിക്കുകയും വേണ്ട. എങ്കിൽ പിന്നെ ആരടി നമ്മളെ വിശ്വസിച്ച് പണം തരുക? നീ താനെ ലോൺ എടുക്കേണ്ട എന്ന് പറഞ്ഞത്. ഞാൻ എടുത്തൂടെ? ബാങ്കിൽ ഇതിനായി ലോൺ അടച്ചാൽ നീ ചോദിക്കുമ്പോൾ വന്ന് നിന്റെ കയ്യിൽ തരാൻ കാത്തിരിക്കുകയാ ബാങ്കല്ല. പോടി നീ. അതിനൊരുപാട് നടപടിക്രമങ്ങളുണ്ട്. ബാങ്കിൽ അത്ര പെട്ടെന്നൊന്നും ക്യാഷ് കിട്ടില്ല. കൂടാതെ ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണെന്ന് ചോദിക്കും. നമുക്കങ്ങനെ ആരെയും അറിയില്ല. പിന്നെങ്ങനെ നമുക്ക് ലോൺ കിട്ടും? രജനി പറഞ്ഞതിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി നീലിമ മിണ്ടാതെ അവളെ നോക്കി നിന്നു. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ നടക്കും. നീലിമ രജനിയെ നോക്കി. നീ ജഗൻ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്ക്. അദ്ദേഹം വിചാരിച്ച നമുക്ക് ഒരു ബാങ്കിൽ പല ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടും. ശരി, അത് നിന്റെ ഇഷ്ടം. ആലോചിച്ച് എന്ത് വേണമെന്ന് നീ ചിന്തിച്ച് ചെയ്യും നീലു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. തൊട്ടടുത്ത കട ഒഴിവുണ്ടല്ലോ, അത് എന്തുകൊണ്ട് നമ്മൾക്കെടുത്ത് നടത്തിക്കൂടാ? ശരിയാ, ഇതൊക്കെ എപ്പോഴാടി നീ ചിന്തിച്ചു കൂട്ടുന്നത്? രാത്രി നീ ഉറങ്ങാറില്ലല്ലേ? എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. കുറച്ച് ബ്രേക്ക് കൊടുക്കുക. മനസ്സിന് കുറച്ച് വിശ്രമം കിട്ടണം. തമാശയായി പറഞ്ഞവളെ കണ്ട് നിരാശയോടെ ചിരിച്ചു നീലിമ. അതിലുള്ള വേദന മനസ്സിലായതും എന്ത് ചെയ്യാൻ, എല്ലാറ്റിനും മറികടന്ന് മുന്നോട്ട് പോയേ തൻ്റെ ജീവിതം തീരൂ. തോന്നുന്നത് അത് ചെയ്യ് നീലിമ എന്ന് പറഞ്ഞുകൊണ്ട് രജനി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. അതിനുശേഷം നേരിട്ട് ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചിട്ട് ജഗനെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത് നീലിമ. അവൾ ചിന്തകളിൽ നിന്നുണർന്ന് ജഗൻ്റെ ശബ്ദം കേട്ടാണ്. ഇതുപോലെ എത്ര നേരമാണ് നീ സ്വപ്നം കാണാൻ പോകുന്നത് മാഡം? ജഗൻ, എൻ്റെ തയ്യൽ കട അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അവൻ പുരുക്കമുയർത്തി അവളെ നോക്കി. എനിക്ക് സ്ഥലം മാറ്റാൻ താല്പര്യമില്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആ കട എനിക്ക് തരാൻ കഴിയുമോ? അവളുടെ മുഖം വാടിയിരുന്നു. ശരി, ആ കട ഞാൻ നിനക്ക് തരാം. ഇതുകൊണ്ട് എനിക്കെന്താ ലാഭം? അവൻ്റെ ചോദ്യത്തിൽ അവൾ അവനെ തുറിച്ചു നോക്കി. അഡ്വാൻസും വാടകയും കൃത്യമായി തന്നേക്കാം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ജഗൻ? അവൾ പരിഭ്രാന്തിയോടെ അവനോടായി പറഞ്ഞു. അവനത് നിരസിച്ച് തലയാട്ടി. എനിക്ക് വേറൊന്ന് വേണം നീലിമ. നിനക്ക് എത്ര കട വേണമെങ്കിലും ഞാൻ തരാം. അവൾ അവനെ തലയുയർത്തി നോക്കി. നമുക്കിടയിൽ ഇന്ന് നീ ഞാൻ എന്ന വാക്കുകൾ ഉണ്ടാകരുത് നീലിമ. നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ തറക്കല്ലായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് അടയാളമായി തീരണം. രണ്ടുപേരും ചേർന്ന് ഒരേ പാതയിൽ സഞ്ചരിക്കണം. ആ സ്ഥലം മാത്രമല്ല, എൻ്റെ മകൾക്ക് അമ്മയെ സ്ഥാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീലിമ. മനസ്സലിയിക്കുന്ന അവൻ ഒറ്റയടിക്ക് അവളോട് പറഞ്ഞു. അവൾ അത് കേട്ട് കൈയടിച്ച് ചിരിച്ചുപോയി. തുടക്കത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ നോക്കി. ഇതൊന്നും നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ പ്രണയം പറഞ്ഞ് പുറകെ നടക്കുകയാണോ? അവൾ ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ജയൻ ചിരിച്ചില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമുണ്ടായിരുന്നില്ല. ഇത്രയും കാലമായിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലേ എന്ന് നിശബ്ദമായി ചോദിക്കുന്നത് പോലെ ഒരു വേദനയായിരുന്നു അവൻ്റെ മനസ്സിലും കണ്ണിലും. ഒരു നിമിഷം ആ നോട്ടത്തിൽ തറഞ്ഞു നിന്ന നീലിമ പെട്ടെന്ന് മുഖം തിരിച്ചു. പക്ഷെ നോക്ക് സർ, അവളുടെ ശബ്ദം കഠിനമായും. ഇതൊന്നും നിങ്ങൾക്കൊട്ടും ചേരുന്നതല്ല. അവൾ ഒരു നിമിഷം നിശബ്ദയായി. എനിക്കൊരു കാര്യം മാത്രമാണ് മനസ്സിലാക്കാത്തത്. അവളുടെ വാക്കുകൾക്ക് കാത്തിരിക്കുന്നത് പോലെ ജഗൻ അവളെ നോക്കി. എന്തിനാ എന്നോട് ഇതൊക്കെ നിങ്ങൾ പറയുന്നേ? ജഗൻ പതിയെ കസേര ചാരിയെന്നു. അവൻ്റെ മുഖത്ത് വർഷങ്ങളുടെ ഓർമ്മ തെളിഞ്ഞു വന്നു. എൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നിട്ട് വർഷങ്ങളായി നീലിമ, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതിനുശേഷം തീയക്ക് വേണ്ടി മാത്രം ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചവനാ. എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ വേണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൻ്റെ ശബ്ദം ഇടറാതെ മുന്നോട്ട് പോയെങ്കിലും കണ്ണുകളിൽ പഴയ മുറിവുകളുടെ നീലുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായി നിന്നെ കണ്ടപ്പോൾ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് വേദനയായിരുന്നു. ആ വേദനയിൽ എനിക്ക് എന്നെ തന്നെ കാണാനും കഴിഞ്ഞു. നീലിമയുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. എന്നിട്ടും ഞാൻ സ്ത്രീകളെക്കുറിച്ച് കരുതിയിരുന്ന ചിന്തകൾ മാറിയില്ല. പണത്തിനും പദവിക്കും സുഖസൗകര്യങ്ങൾക്കും പിന്നാലെയാണ് എല്ലാവരും പോകുന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ ചിന്ത മാറ്റിയത് നീയാണ് നീലിമ. നീലിമയുടെ കണ്ണുകളിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു. അമ്മയുടെ സ്നേഹം പോലും കിട്ടാതെ വളർന്നതാണ് ദിയ. അവൻ്റെ വാക്കുകൾ അവിടെ വെച്ച് മുറിഞ്ഞുപോയി. എന്നാൽ ആ നിശബ്ദത തന്നെയാണ് ബാക്കിയെല്ലാം പറഞ്ഞതും. അവൾക്കൊരു അമ്മ വേണമെന്ന ചിന്ത തെറ്റാണോ? നീ തന്നെയല്ലേ, നിന്നെയല്ലേ അവൾ അമ്മ എന്ന് വിളിക്കുന്നതും? അവൻ്റെ ചോദ്യം കേട്ടതും നീലിമയുടെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു പോയി. തെറ്റാണ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. എല്ലാം തെറ്റാ. അവളുടെ നിശബ്ദത മുറിയിലാകെ മുഴങ്ങി. ഞാൻ നിങ്ങളെ കാണാൻ വന്നത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. ഇനി മുതൽ ഞാൻ വരില്ല.
കണ്ണുകൾ നിറഞ്ഞു നിന്ന് കണ്ണുനീർ മറക്കാൻ അവൾ മുഖം തിരിച്ചു. ദയവ് ചെയ്ത് നിങ്ങളുടെ മനസ്സുള്ള ആ ചിന്ത തന്നെ മായ്ച്ചു കളയൂ. എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും ഇനി ചിന്തിക്കരുത്. അവൾ തിരിഞ്ഞു നോക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. നീലിമ! ജഗന്റെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടെങ്കിലും അവൾ നിന്നില്ല. വാതിൽ തടഞ്ഞു. അവൻ അങ്ങനെ തന്നെ അവൾ പോയ ദിശയിലേക്ക് നോക്കി നിന്നു. മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം ബാക്കിയായി. എല്ലാവർക്കും ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ ചിന്ത അവൻ്റെ ഹൃദയത്തെ ഒരു നൊമ്പരമായി പടർന്നു. മേശപ്പുറത്തിരുന്ന് ഫയലുകളിലേക്ക് നോക്കിയെങ്കിലും ഒന്നിലും ശ്രദ്ധ പതിഞ്ഞില്ല. അവൻ്റെ അവസാനം മനസ്സിൻ്റെ ഭാരവുമായി അവനും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ മുറിയിൽ ബാക്കിയായത് നിശബ്ദത മാത്രം. അതേസമയം പുറത്തേക്ക് നടന്ന നീലിമയുടെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു നിന്നു. അവൾ സ്വയം ചോദിച്ചു, എന്തുകൊണ്ടാണ് അവൻ്റെ വാക്കുകൾ തന്നെ ഇത്രയും വേദനിപ്പിക്കുന്നത്? അവൾക്ക് തന്നെ അതിന് ഉത്തരമുണ്ടായിരുന്നില്ല.